ഓടപ്പൂക്കൾ ചതച്ച് അത് വാവലിപ്പുഴയുടെ തീരത്ത് നിന്നെടുക്കുന്ന കല്ലുകൾ ഉപയോഗിച്ച് വാവലിപ്പുഴയിൽ നിന്നെടുക്കുന്ന കല്ലുകൾ ഉപയോഗിച്ച് ചതച്ചുകൊണ്ടാണ് ഈ കാണുന്ന ഓടപ്പൂവിന്റെ രൂപത്തിലേക്ക് മാറ്റുന്നത്. ഓടപ്പൂവിനെ കുറിച്ച് അന്വേഷിച്ച സമയത്ത് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ ഒരു കാര്യമുണ്ട്. വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള 27 നാളുകളിൽ മാത്രമേ ഈ ഓടപ്പൂക്കൾ ഇതുപോലെ നിർമ്മിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. മഹാദേവന്റെ പ്രസാദമായിട്ടും വഴിപാടായിട്ടും ഒക്കെ കാണുന്ന ഈ ഓടപ്പൂക്കൾ നിർമ്മിക്കാൻ കഴിയുന്നത് 27 നാളുകളിൽ മാത്രമാണ്. മറ്റെല്ലാ സമയത്തും അത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവുകയും പലതരത്തിലുള്ള കേടുപാടുകൾ സംഭവിക്കുകയുമാണ് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതും കൊട്ടിയൂർ ഗ്രാമവാസികളായിട്ടുള്ളവർ മാത്രമാണ് ഓടപ്പൂക്കൾ നിർമ്മിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ പരിസരത്ത് തന്നെ വാവലിപ്പുഴയിൽ നിന്നെടുത്ത കല്ലുപയോഗിച്ച് ചതച്ചുകൊണ്ടാണ് വയനാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന